ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ എൻ്റെ ടൈറ്റിൽ കണ്ടാൽ തന്നെ മനസ്സിലായിരിക്കും, മാർവൽ സ്റ്റുഡിയോസിൻ്റെ റെഡ് പൂൾ ആൻഡ് വോൾവറിൻ്റെ പടം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു റിയാക്ഷൻ, റിവ്യൂ ഒന്നും ഞാൻ പറയില്ല, റിവ്യൂ തരാമെന്നുള്ള ആളൊന്നുമില്ല ഞാൻ. പക്ഷേ എൻ്റെ ഒരു റിയാക്ഷൻ, എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രാഞ്ചൈസിൻ്റെ ഒരു മൂവി കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ, ഞാൻ എല്ലാ മാർവൽ മൂവീസിനും റിയാക്ഷൻ ഇടുന്ന പോലെ ഇതിനും റിയാക്ഷൻ ഇടാനാണ് വന്നിരിക്കുന്നത്. കാരണം ഈ പടം ഇപ്പോൾ കഴിഞ്ഞ് ഇറങ്ങിയ മാർവൽ സ്റ്റുഡിയോസിൻ്റെ എല്ലാ പടത്തിലാട്ടിയും കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും എക്സൈറ്റും ചെയ്യിക്കുന്ന ഒരു പടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡെഡ് പൂളിൻ്റെയും വോൾവറൈൻ്റെയും രണ്ടും കൂടിയിട്ടൊരു മിക്സാണ്. എന്താ വെച്ചാൽ മൾട്ടിവേഴ്സ്, ഇപ്പോൾ നമ്മൾ ലോക്കി സീരീസ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നൊരു പടം കൂടിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ക്യാമിയോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു പടമാണ്. അതുപോലെ തന്നെ കുറേ നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ്. ഇപ്പോൾ നമുക്ക് അറിയാം, വോൾവറിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്മെൻ യൂണിവേഴ്സിൻ്റെ എല്ലാ പടങ്ങളും കണ്ടാലാണ് നമുക്ക് ആ സ്റ്റോറി മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പടം കാണുകയാണെങ്കിൽ ചിലപ്പോൾ എക്സ്മെൻ്റെ എല്ലാ മൂവീസും കാണേണ്ടി വരും, അല്ലെങ്കിൽ മാർവൽ സ്റ്റുഡിയോസിൻ്റെ എല്ലാ മൂവീസും കാണേണ്ടി വരും, 2 മൂവീസും കാണേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അതൊന്നും കാണേണ്ടി വരില്ല. പുതിയൊരു കഥയാണ്, ആക്ച്വലി പുതിയൊരു ഇനിയുള്ള മാർവലിൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നൊരു പടം കൂടിയാണ്. അപ്പോൾ എന്നിരുന്നാലും കാണാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെയാണ് പറയണമെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് പടം കണ്ടു നോക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ അവന്യൂസ് മാളിലാണ്, ഒമാനിൽ. ആക്ച്വലി ഇവിടെ ഇന്നാണ് റിലീസ് എന്നുള്ളത് ഞാൻ ഇന്നാണ് അറിയണത്. 26-ാം തീയതി റിലീസ്. അപ്പോൾ ആ ടൈം ആകുമ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള ഒരു വൈബിലിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഫാമിലി ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡുമാണ്. അവർ പറഞ്ഞു, അല്ല ഇന്നാണ് റിലീസ്, നമുക്ക് ഇന്ന് തന്നെ കാണണം പടം. കാരണം സ്പോയിലർ നമുക്ക് കാണാതെ ഇതാ പറ്റില്ല, അവോയ്ഡ് ചെയ്താൽ പറ്റും. അതുകൊണ്ട് ഇന്ന് തന്നെ വന്നു. പിന്നെ നാളെ വന്ന് സ്പോയിലർ കണ്ടാലും പ്രശ്നമില്ലല്ലോ. പടം കാണാട്ടി മുന്നേ നമ്മൾ ഒരു സ്പോയിലറും കാണാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഓടി വന്നു. ഇപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് പോയേ പറ്റൂ. ഇന്നിപ്പോൾ ഇത് പടം കഴിയുമ്പോൾ കുറച്ച് 11 മണിക്കാണ് പോകണം, ഒരു ടൈം ആവും. അപ്പോൾ എന്തായാലും എൻ്റെ ഉറക്കാണ് കുറച്ച് സാക്രിഫൈസ് ചെയ്തിട്ട് ഞാൻ ഈ പടം കാണാൻ വന്നേക്കാണ്. ടീഷർട്ടൊക്കെ കണ്ടില്ലേ, നമ്മൾ അതിന് വേണ്ടി ഇറക്കിയ ടീഷർട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇനി പടം കണ്ടിട്ട് റിയാക്ഷൻ പറയാം. ഓൺലി റിയാക്ഷൻ കേട്ടോ, റിവ്യൂ പറയാനുള്ള ആളൊന്നുമില്ല. ഞാൻ എൻ്റെ എല്ലാ മാർവൽ സ്റ്റുഡിയോസിൻ്റെ പടം കാണുമ്പോഴും എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രാഞ്ചൈസിൻ്റെ പടം കാണുമ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ മാത്രമാണ് ഞാൻ ഇതിലിടുന്നത്. ഒരിക്കലും അതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ റിവ്യൂ ആയിട്ടോ കാണരുത്. എല്ലാം എൻ്റെ റിയാക്ഷൻസ്. എന്തായാലും നമുക്ക് പടം കണ്ടത്. Wolverine, Deadpool. I'm gruff and rugged. You're old and slow. Deadpool's mid. Come at me, bro. I'm the hero. No, you're not. Yes, sir. Shut up, mutton chops. People love me. Okay, boomer. Who I want to be? Well, to help you understand that, I gotta take you back on a little joyride I took through space and time. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പടം കഴിഞ്ഞ് വന്നു. എന്താ പറയുക, അബ്സല്യൂട്ട് ഫാൻ ട്രീറ്റാണ് പടം. ഒരുപാട് ക്യാമിയോസ് ഉണ്ട്, ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. അവർക്കൊക്കെ നല്ല ട്രിബ്യൂട്ടും കൊടുത്തിട്ടാണ് ഓരോ ഇൻട്രോ ഒക്കെ കൊടുത്തേക്കണത്. ഫുൾ ഫണ്ണാണ്, ചിരിക്കാൻ കുറേ ഉണ്ട്. നമ്മുടെ ഡെഡ് പൂള് റയൻ റെയ്നോൾഡ്സ് ഒരു സെക്കൻഡ് വെറുതെ ഇരുന്നിട്ടില്ല. ആളാണ് ഫുൾ ഡയലോഗ് എല്ലാവർക്കും ഇട്ട് തൂക്കുന്നുണ്ട്. മാർവലിന് തന്നെ സ്വയം തൂക്കുന്നുണ്ട്. DC, പിന്നെ ഈ നമ്മുടെ റയൻ റെയ്നോൾഡ്സും ഹ്യൂ ജാക്ക്മാനും രണ്ടും റിയൽ ലൈഫിലും ഫ്രണ്ട്സാണ്. അപ്പോൾ അവർക്കിട്ട റോൾ അവർ തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫൺ, ഒരുപാട് ചിരിക്കാനുണ്ട്, ഒരുപാട് ക്യാമിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി അപ്പം സ്പോയിലറായി പോകും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ പടം പോയി കാണണം. ഈ MCU അതല്ലെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് തുടങ്ങണാട്ടി മുന്നുള്ള മാർവൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, എക്സ്മെൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർക്കുള്ള ട്രിബ്യൂട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അബ്സല്യൂട്ട് എന്താ പറയുക, ഓൺ ടോപ്പ് നോച്ചിലാണ്. എല്ലാ ക്യാമിയോസ് ആയാലും ആക്ഷൻ സീക്വൻസ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും മാർവൽ ഫാൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മാർവലിൻ്റെ പഴയ പടങ്ങൾ, ഈ MCU ഏറെ തുടങ്ങാട്ടി മുന്നേ പടങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പോയി കാണണം. ഒരു സൂപ്പർ ഹീറോ ഫാൻ ട്രീറ്റ്, മാർവലിൻ്റെ ഒരു പടമായിട്ട് നിങ്ങൾ കാണാണ്ട് ഒരു സൂപ്പർ ഹീറോ ഫാൻ ട്രീറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഈ മാർവൽ തുടങ്ങാനാട്ടി മുന്നേ തന്നെ നമ്മൾ പണ്ട് നമ്മുടെ സ്റ്റാർ മൂവീസ് ആയാലും അല്ലെങ്കിൽ HB ആയാലും പഴയ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ മാർവലിൻ്റെ തന്നെ സൂപ്പർ ഹീറോസ് പടങ്ങളൊക്കെ നമ്മൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുള്ളവരാകും. എല്ലാവരും ഇപ്പോൾ ഈ മാർവൽ സ്റ്റുഡിയോസ് ഫാൻസ് ആവുന്നില്ല. പക്ഷേ
ടി വിയിൽ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവർക്കുള്ള ഒരു ട്രീറ്റാണ്, ഒരു നൊസ്റ്റാലജിക് മൊമെൻ്റാണ്. പണ്ട് ടി വിയിലൊക്കെ കണ്ടിരുന്ന ഒരു പടം, അതിൻ്റെ ഒരു ട്രിബ്യൂട്ട് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ സ്പോയിലറാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പടം പോയി കാണുക, അടിപൊളിയാണ്. അപ്പോൾ അടുത്ത പടം എന്ന് പറയുന്നത് ഈ കൊല്ലം ഇനി പടമല്ല, ഇനി 2025 ഫെബ്രുവരിയിലാണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ ബ്രേവ് വേൾഡ് അത് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും പടം പോയി കാണുക.